ഹായ് മക്കളെ, ശ്രീഭാമ മിസ് ആണ്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകൾ നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ചിത്രത്തിൽ കാണുന്ന നക്ഷത്രഗണം ഏത്? അതുപോലെ ഇതിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് കോൺസ്റ്റലേഷൻ ആണ് മക്കളെ വരുന്നത്? നമുക്കറിയാം, ഇതിൽ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു തവി പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ബിഗ് ഡിപ്പർ ആണ്, അല്ലെങ്കിൽ സപ്തർഷീസ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു അല്ലേ. ദൂരദർശന്റെ സഹായം ഇല്ലാതെ ഏപ്രിൽ മാസത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന, വടക്കൻ ചക്രവാളത്തിൽ കാണാൻ കഴിയുന്നതാണ് നക്ഷത്രക്കൂട്ടം എന്ന് പറയുന്നത്. 7 നക്ഷത്രങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതിന് സപ്തർഷീസ് എന്ന പേര് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിന് മറ്റൊരു പേര് എന്ന് പറയുന്നത് എന്താ മക്കളെ? ബിഗ് ഡിപ്പർ എന്നൊരു പേരും ഇതിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള പോയിന്റ് കൂടെ ആലോചിച്ച് വെക്കുക. ദ കോൺസ്റ്റലേഷൻ നോർത്തേൺ ഹൊറിസോണിൽ ക്ലിയർലി വിസിബിൾ ആകുന്നു. മന്ത് ഓഫ് ഏപ്രിൽ ആണ്. സപ്തർഷീസ് എന്നാണ് ഇതിന്റെ പേര് വന്നിട്ടുള്ളത്. അതുപോലെ 7 എന്തുണ്ട് സ്റ്റാർസ് ഇതിനകത്തുണ്ട്. യൂറോപ്പിൽ ഇതിനെ വിളിക്കുന്നത് ബിഗ് ഡിപ്പർ എന്ന പേരാണെന്ന് കൂടെ ആലോചിക്കുക. ബിക്കോസ് ഓഫ് ഷേപ്പ് ഓഫ് ദ സ്പൂൺ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനോട്ട് മിസ് പോവാണ്. പരീക്ഷകൾക്കും മറ്റുമായി ബഹിരാകാശ നിലയത്തിൽ പോകുന്നവർ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഇഷ്യൂസസ് ആണ് ഒരു ഫേസ് ചെയ്യേണ്ടി വരാന്നാണ് നമുക്കറിയാം. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ ഫേസ് ചെയ്യേണ്ടി വരിക? വായു ഇല്ല, നോ എയർ. വെയിറ്റ് ഉണ്ടോ? നോ വെയിറ്റ്. ആൻഡ് ഫുഡ് ഇല്ല, അതുപോലെ വാട്ടർ ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല അല്ലെ. വായു ഇല്ല, ജലമില്ല, ഭാരമില്ല എന്നൊക്കെ ഉള്ളതാണ് അവിടെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മിസ് പോവാണ്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വരേണ്ടത് ഇൻസാറ്റ്. വാർത്താവിനിമയത്തിലാണെങ്കിൽ എഡ്യൂസാറ്റ് ഏതിനാണ്? അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ആൻസർ എന്ന്. ഇൻസാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. എഡ്യൂസാറ്റ് പേര് തന്നെ ഉണ്ട്, എഡ്യൂക്കേഷൻ. എച്ചു പഠിച്ചു വെക്കാം. IRNSS എന്ന് പറയുന്നത് നാവിഗേഷന് വേണ്ടിയിട്ടാണ്. കാർട്ടോസാറ്റ് ജിയോഗ്രഫി. അപ്പൊ കട്ടയ്ക്ക് ജിയോഗ്രഫി പഠിക്കുകയാണ്. കട്ടാന്ന് ആലോചിച്ച് വെക്കുക. അപ്പൊ കാർട്ടോസാറ്റ് ജിയോഗ്രഫി ഈസി ആയിട്ട് ആലോചിക്കാൻ പറ്റും. ജിസാറ്റ് എമിസാറ്റ് പറഞ്ഞ പ്രതിരോധം ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ സാറ്റ് കളിക്കുന്നത് ഡിഫൻസിന് അല്ലെ. ഡിഫൻസിൽ സാറ്റ് കളിച്ചു എന്ന് ആലോചിക്കാം. അപ്പൊ ഇങ്ങനെ ട്രിക്ക് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്, ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറഞ്ഞത്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്റെ മക്കൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് ആണ് നമ്മുടെ എൻഡ് ഗെയിം ബാച്ച് ആയിട്ടുള്ള പൃഥ്വി ബാച്ച്. അപ്പൊ അതിൽ റിവിഷൻ ബാച്ച് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ക്രിസ്മസ് എക്സാം പോലെ തന്നെ പബ്ലിക് എക്സാമിന് ദിവസങ്ങൾ വളരെ കുറവാണ്. അപ്പൊ മിടുക്കരായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ് ഒക്കെ ആയിട്ട് നമ്മുടെ പൃഥ്വി ബാച്ച് ഉണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് റിവിഷനോട് കൂടി തന്നെ എന്റെ മക്കൾ പഠിക്കണം. അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിൽ ഉണ്ടാവുന്ന കരുതുന്നു. ഇവിടെ കാണാം. ബൈ ബൈ.